ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് അറിയാം എൻ്റെ ഓൾമോസ്റ്റ് ഒരു 50+50 18 കൊടുത്തിട്ടുണ്ടെന്ന് കുറേയൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ ബ്രാൻഡിൻ്റെയും ക്രെഡിറ്റ് കാർഡ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് നമ്മുടെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, നമുക്ക് നമ്മുടെ ഇവിടെ സർവീസും സംഭവമൊന്നുമില്ല. അതല്ലാണ്ട് നമ്മളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി കമ്പയർ ചെയ്തിട്ട് നമ്മളിത് ഈ ഓൾമോസ്റ്റ് എൻ്റെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു യൂസേജ് എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 7 years ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ കെയർ സപ്പോർട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡേഴ്സ് ആരാന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ICICI ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്, HDFC ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്, IDFC ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോട്ടക് ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഏതാ പേര് കിട്ടുന്നില്ല അത്രയധികം. പിന്നെന്താ വരട്ടെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് പിന്നെ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ അല്ല. എനിക്ക് തോന്നുന്നത് കൊച്ചിയിലോ ട്രിവാൻഡ്രത്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഇല്ലെന്നാണ് അതിൻ്റെ ഒരു സിറ്റി ബാങ്ക് പിന്നെ നമുക്കോട് കിട്ടില്ല. ആക്സിസ് ബാങ്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താ ഇതിപ്പോ എല്ലാം എടുത്ത് നോക്കേണ്ടി വരുന്ന സ്ഥിതിയാണല്ലോ. വൺ കാർഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ജൂപ്പിറ്റർ അല്ലെങ്കിൽ RBL ബാങ്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിന്റെയും കാർഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ കെയർ സപ്പോർട്ടും ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ കെയർ സപ്പോർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്കൻ എക്സ്പ്രസ് കാർഡിന്റെ തന്നെയാണ്. അതിന് ഒരു സംശയവും വേണ്ട. എന്നുവെച്ചാൽ കിഡിലൻ കസ്റ്റമർ കെയർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കിഡിലൻ കസ്റ്റമർ. നമ്മുടെ ആമസോണിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്തിട്ട് നമുക്ക് അത് സോൾവ് ചെയ്യുന്ന പരിപാടി നിങ്ങൾക്ക് അറിയില്ലേ? അതേപോലെ ആമസോൺ കസ്റ്റമർ കെയറിന്റെ ചാറ്റിങ്ങിനായിട്ടും കിഡിലൻ സാധനം തന്നെയാണ് അമെക്സിന്റെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ഇട്ടാ. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ അമെക്സിന്റെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അതിന്റെ ആ ഹോം പേജും സംഭവങ്ങളൊക്കെ മാറ്റട്ടെ. എന്ന് വെച്ചാൽ അതിൽ നമ്മുടെ നമ്പറും സംഭവങ്ങളൊക്കെ കാണിക്കും. അതല്ലാണ്ട് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സെറ്റിംഗ്സ് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജ് കാണാം. കണ്ടു? ഇപ്പൊ ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അതിൽ തന്നെ താഴെയായിട്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹെൽപ്പ് ആൻഡ് കോൺടാക്ട് എന്ന സംഭവമാണ്. കണ്ടു? ഇത് ന്യൂ മെസ്സേജ് എന്ന് വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചാറ്റ് സപ്പോർട്ട് വരും. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചുമ്മാ അടിച്ചു കൊടുത്താൽ മതി. എല്ലാ സമയത്തും അവർക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ട്. ഞാൻ രാത്രി 11:30 മണിക്ക് വരെ നോക്കിയിട്ടുണ്ട്. അപ്പോഴും അവർക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ട്. അതും എല്ലാ സംഭവവും സോൾവ് ചെയ്ത് തരും ചെയ്യും. ഇപ്പൊ ഞാൻ റീസെന്റ് എൻ്റെ ആധാർ കാർഡ് നമ്പർ ബ്ലോക്ക് ആയപ്പോൾ ഇതിലൊക്കെ നമുക്ക് ആ നമ്പർ ആയിരുന്നു എൻ്റെ കാർഡിലൊക്കെ. ചാറ്റ് ചെയ്തിട്ട് നമ്പർ മാറ്റി. ഇത്രയും ഈസി എനിക്ക് തോന്നുന്നത് വേറെ ഒരു സെക്യൂരിറ്റി സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ മാറ്റി തരുള്ളൂ. പക്ഷെ ഇത്രയും ഈസി ആയിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫോൺ നമ്പർ സംഭവമൊക്കെ മാറ്റാൻ പോയാണല്ലോ തലക്ക് ഭ്രാന്തോ അങ്ങനെ കടന്ന് കറങ്ങേണ്ടി വരും. പക്ഷെ ഈ സാധനം എന്ത് പെട്ടെന്നാന്ന് അറിയാം, നമുക്ക് എല്ലാം സോൾവ് ചെയ്ത് തരണേ ചാറ്റ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് കസ്റ്റമർ കെയർ സപ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് തന്നെയാണ്. അതിന് എല്ലാം ഒരു കാർഡും ഇല്ല. സത്യം പറഞ്ഞാൽ എത്ര അധികം ബാങ്കുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇതിന്റെ അടുത്ത് പോലും ഒരു കസ്റ്റമർ കെയർ സപ്പോർട്ട് എത്തുന്നില്ല. ഇതിന്റെ ഒരു 100-ൽ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ 95% മാർക്ക് ഈ സാധനം കൊടുക്കാം അമേരിക്കൻ എക്സ്പ്രസ് കാർഡിന്. അപ്പോൾ ശരിക്കും വേറെ ബാങ്കുകളിലെ കസ്റ്റമർ കെയർ സപ്പോർട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 50% പോലും മാർക്ക് കൊടുക്കാൻ പറ്റില്ല. അത്രയ്ക്കും ശോകമാണ്. അപ്പോൾ ഞാൻ അടുത്തത് നമുക്ക് വേഴ്സ്റ്റ് കസ്റ്റമർ കെയർ സപ്പോർട്ടുള്ള ഏതാണ് ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡേഴ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡ തന്നെയാണ്. ഒരു രക്ഷയില്ല. എങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു രക്ഷയില്ല. ട്വിറ്ററിലായിക്കോട്ടെ, ഇമെയിലായിക്കോട്ടെ, ഫോണിനായിക്കോട്ടെ, ഒരു രക്ഷയില്ല. ട്വിറ്ററിൽ ഇട്ടാൽ പോലും ഒരു റിപ്ലൈ ഒന്നും തരില്ല. അത്രയ്ക്കും നല്ല തല്ലിപ്പൊളി കസ്റ്റമർ കെയർ സപ്പോർട്ടാണ്. അപ്പൊ അതിൽ ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നത് വേഴ്സ്റ്റ് കസ്റ്റമർ കെയർ സപ്പോർട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡ തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന കാർഡിൽ ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ കെയർ സപ്പോർട്ട് നിങ്ങൾക്ക് തോന്നിയത് ഏതാ, വേഴ്സ്റ്റ് കസ്റ്റമർ കെയർ സപ്പോർട്ട് ഏതാന്ന് തോന്നിയത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കാണ്ടാ. എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടുമല്ലോ, ഓൾ ഓവർ ഒരു ഐഡിയ കിട്ടുമല്ലോ. എന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ എന്താ പറയാ, കുറെ ഇപ്പോൾ കോൾസും സംഭവിക്കാൻ നമ്മുടെ ഏരിയ വൈസും ചിലപ്പോൾ ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അതൊന്നും അറിയാലോ. അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് hjmp.banksupport.in എന്നൊരു വെബ്സൈറ്റ് നമ്മൾ തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സും പേഴ്സണൽ ലോൺസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാം. സെറ്റാപ്പിന്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ കിട്ടും, ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഇട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത വീഡിയോ കാണാം.